വണ്ടി നമ്മളിവിടെ കൊണ്ട് നിർത്തിയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കടകടാവിടെ നോയ്സ് ഉണ്ടാവും. വണ്ടി ഓഫ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫാൻ വർക്ക് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ പോലത്തെ നോയ്സാണ്. ഹെലികോപ്റ്റർ സൗണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ടക നോയ്സ് ഉണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഉണ്ടോ എൻ്റെ കയ്യിലേക്ക് റേഡിയേറ്റർ പാനലുണ്ടാ, പാനലിൻ്റെ പകുതി പീസ് ഇല്ല. അപ്പോൾ പകുതി പീസ് പൊടിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഈ ഫാൻ ഷോഡിനൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അവർ ഇൻ്റർകൂളറൊക്കെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് പറ്റിയതായിരിക്കണം. ഇൻ്റർകൂളറൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പുതിയ ഇൻ്റർകൂളർ, ഒറിജിനൽ ഇൻ്റർകൂളറാണ് മേടിച്ചു വന്നേക്കണേ. ഇത് കസ്റ്റമറിനെ മേടിച്ചതാണ്. ഇപ്പോൾ ഈ ഫാൻ ഷോഡ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയാണേ, ഇതുണ്ടോ ഫാൻ ഷോഡ്, ഇൻ്റർകൂളർ പോവാത്തൊന്നുമില്ല. ഇതുണ്ടോ ഇതൊക്കെ അടിച്ചു പൊട്ടി. അതായത് ഈ സാധനം റേഡിയേറ്റർ പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ, കണ്ടൻസർ, ഈ ഫാൻ ഷോഡ് ഫുൾ സെറ്റായിട്ടിരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം കട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്തോട്ടാണ് കട്ടായേക്കണേ. അടിഭാഗമാണ് ഇത്, ഈ വരുന്നത് അടിഭാഗം, ഈ ഭാഗം കട്ടായേക്കണം. അപ്പോൾ ഇത് കട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടിയിൽ നിന്ന് വലിയ ഇച്ചിരി കോളം വലിയ ചെറിയ കല്ലടിച്ചു കൊണ്ടാൽ പോലും ഇതുപോലെ ഇൻ്റർകൂളറോ റേഡിയേറ്ററോ കണ്ടൻസറോ പൊട്ടിപ്പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ റേഡിയേറ്റർ, ഈ ഫാൻ, അതായത് നമ്മുടെ ഈ റേഡിയേറ്റർ സപ്പോർട്ട്, ഈ സാധനം കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പകുതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ട് മാറ്റിക്കളയാതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ അടുത്ത് വലിയ പണി ഫാൻ ഷോഡ്, ഇൻ്റർകൂളർ അങ്ങനെ നാളൊക്കെ പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിനിപ്പോൾ ഇൻ്റർകൂളർ എനിക്ക് തോന്നുന്നത് നേരത്തെ പറ്റിയതാണോ അതോ ഇപ്പോൾ ഈ സാധനം ഇല്ലാണ്ട് അടിയട്ടി പൊട്ടിയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇപ്പോൾ കസ്റ്റമർക്ക് ഇത്ര സാധനം ഇപ്പോൾ മേടിച്ച് മാറ്റേണ്ട അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പൊട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സാധനം മാറ്റിയ കൊണ്ടുപോലത്തെ വലിയ പണിയൊക്കെ കിട്ടും കേട്ടോ.